ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലഞ്ച് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ലഞ്ചിന് നമുക്ക് കിളിമീൻ ഫ്രൈയും മോര് കാച്ചിയതും നമ്മുടെ ലേഡീസ് ഫിംഗർ മെഴുക്ക് പുരട്ടിയും. അതായത് വേറൊന്നും അല്ല, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, അത്രേ ഉള്ളൂ. കുറച്ച് ആർഭാടം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങ് പറഞ്ഞതാണ്, വേറൊന്നുമില്ല. അതിനുള്ള തത്രപ്പാടിലാണ് ഞാൻ. ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ ഞാൻ കടയിൽ നിന്ന് ഓടിപ്പാഞ്ഞ് വരുമായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പെട്ടെന്ന് വന്നപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ചോറങ്ങ് കുക്കറിലിട്ടങ്ങ് വെച്ചു. അതാകുമ്പോൾ അത് അവിടെ ഇരുന്ന് സാവകാശം വെന്തോളുമല്ലോ. കാരണം കുറച്ച് വേവ് കൂടുതലുള്ള അരിയാണ് കേട്ടോ. നമ്മളാണ് കേരള റൈസാണ് വാങ്ങിച്ചത്. കന്നഡ റൈസാണ് കുഴപ്പമില്ലായിരുന്നു. 10 മിനിറ്റ് കൊണ്ട്, 10 മിനിറ്റ് പോലും വേണ്ട, 5 മിനിറ്റ് മതി, അതുകൊണ്ട് റെഡിയാവുമായിരുന്നു. പക്ഷേ ഈ മീൻ വറുത്തമൊക്കെ ഉള്ളപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കേരള റൈസ് തന്നെ വേണം. എങ്കിൽ അതിൻ്റെ കൂടെ ഒന്ന് സൂപ്പറായിട്ടിരിക്കത്തുള്ളൂ. പിന്നുണ്ടല്ലോ, ഈ മീനിൻ്റെ ഐസ് വിടാൻ പെട്ട പാട് എൻ്റെ പൊന്നോ, എത്ര നേരം വെള്ളത്തിലിട്ടിട്ടാണെന്നറിയാം ഇതിൻ്റെ ഐസൊന്ന് വിട്ടത്. ഒരുമാതിരി ഒരു കല്ല് പോലെ എന്ന് പറഞ്ഞാൽ കരിങ്കല്ല് പോലെ ഉറച്ചിരിക്കുമായിരുന്നു മീൻ. ഓൾറെഡി നമ്മളാണെങ്കിൽ ഓടിപ്പാഞ്ഞ് വന്ന് ധൃതി പിടിച്ച് ചെയ്യുമ്പോഴാണ് എന്തെങ്കിലും കൊണഷ്ടം എവിടെന്നെങ്കിലും വരും. ഇതായിരുന്നു. സാധാരണ ഞാൻ ലേറ്റായിട്ടാണ് എണ്ണിക്കുമ്പോഴായിരിക്കും ഈ പ്രോബ്ലംസ് ഒക്കെ വരിക. ഇന്നെല്ലാം നേരത്തെയായിട്ട് ഈ മീനിൻ്റെ തണുപ്പ് പോകാൻ പെട്ട പാട്. കാരണം കൈയാണെങ്കിൽ ഒരുമാതിരി നമ്മളിങ്ങനെ ഐസി പിടിക്കാൻ നമ്മുടെ കൈയെല്ലാം തണുത്ത് മരവിക്കത്തില്ലേ. മീനെ പിടിച്ചിട്ടാണെങ്കിൽ അതേ സെയിം അവസ്ഥ. പിന്നെ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് അതിൻ്റെ തണുപ്പ് ഒരു ഏകദേശം പോയതിന് ശേഷമാണ് ഞാൻ ചെയ്തത്. പിന്നെ അതിൻ്റെ ഒരു മുള്ള്, അതിൻ്റെ ഈ വയറിൻ്റെ ഭാഗത്തുള്ള ആ മുള്ളില്ലേ, എൻ്റെ ദൈവമേ, അതാണ് എൻ്റെ കയ്യിലാണ് കുത്തി കയറുകയും ചെയ്ത്. പിന്നെ നമ്മുടെ പുതിയ കത്തിയായിരുന്നല്ലോ, ആ കത്തി കൊണ്ടും എനിക്ക് നല്ല പരിക്കുകൾ പറ്റിയിട്ടുണ്ട് ഗൈസ്. ആയുധം കയ്യിലുള്ളപ്പോൾ സൂക്ഷിക്കണം എന്ന് പറയുന്ന പോലെ പുതിയ കത്തി ആയതുകൊണ്ട്. പിന്നെ ഞാനുണ്ടല്ലോ, ആ കത്തി നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ. വേറെ ചീപ്പ് റേറ്റേ ഉള്ളൂ. 86 രൂപ അത്രയും കണ്ടേ ഉള്ളൂ കേട്ടോ. 3 കിട്ടി, ഒരു ബിഗും മീഡിയവും സ്മോളും 3 ഉണ്ട്. ഞാനോർത്ത് വലിയ അതിന് വലിയ മൂർച്ചയൊന്നും കാണത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മൾ വിചാരിച്ചതിൻ്റെ ഓപ്പോസിറ്റേ നടക്കത്തുള്ളല്ലോ. അതേപോലെ തന്നെ നടന്നു ഗൈസ്. നല്ല അടിപൊളി മൂർച്ചയുള്ള പിച്ചാത്തിയായിരുന്നു. സാധനം വേണ്ടവർ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. അങ്ങനെയല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ ഉറപ്പായിട്ട് ലിങ്ക് അയച്ചു തരാവേ. പിന്നെ ഞാൻ പറയാറില്ലേ, 10 രൂപയ്ക്ക് ഇവിടെ മുളക് പൊടി മല്ലിപ്പൊടി സാധനങ്ങളൊക്കെ കിട്ടുമെന്ന്, ആ പാക്കറ്റാണ് കേട്ടോ. ഞാൻ മുളക് പൊടി ഒത്തിരി വാങ്ങിക്കാറില്ല. ഞാൻ ആ സാധനം വെറുതെ വേസ്റ്റാക്കി കളയും. ബാക്കി എല്ലാ സാധനങ്ങളും കൂടുതൽ ഉപയോഗിക്കും, മുളക് പൊടി മാത്രം കുറച്ച് ഉപയോഗിക്കത്തുള്ളൂ. കാരണം ഞാൻ പച്ചമുളകും കുരുമുളകുമാണ് കൂടുതൽ ഉപയോഗിക്കുക. കാരണം എനിക്കും ചേട്ടനും പച്ചമുളകും കുരുമുളകും കൂടുതലിട്ട് വെക്കുന്ന കറികളാണ് ഇഷ്ടം. അതുകൊണ്ട് പിന്നുണ്ടല്ലോ, ഞാൻ മീൻ മറക്കുമ്പോഴുണ്ടല്ലോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഉപ്പ്, ഇത് 3 ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ മത്തിയൊക്കെ ആണെങ്കിൽ ചില സമയം എനിക്ക് മൂഡ് പോലാണേ. മത്തിയൊക്കെ ചില സമയം ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അങ്ങോട്ട് മിക്സിക്കകത്തിട്ട് അരക്കത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ കുഞ്ഞമ്മിക്കകത്തിട്ട് വെച്ച് തന്നെ അരയ്ക്കുക. എൻ്റെ അമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതൊരു ചേച്ചി തന്നതാണ് കേട്ടോ. അവരിവിടുന്ന് താമസം മാറി നാട്ടിലോട്ട് ഇപ്പോൾ ഷിഫ്റ്റായി പോയപ്പോഴത്തേക്ക് ആ അമ്മിക്കുട്ടനെ എനിക്ക് ആ ചേച്ചി തന്നതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കതൊരു ഉപകാരപ്രദമായി. കാരണം ഞാൻ വാങ്ങിക്കണം എന്ന് പറഞ്ഞിരുന്ന ഒരു സാധനമായിരുന്നു ചേച്ചി തന്നതുകൊണ്ട്. അല്ലെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന പല സാധനങ്ങളും ചേച്ചി തന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊന്നും സ്വന്തമായിട്ട് വാങ്ങാറില്ലെന്ന്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ ഫസ്റ്റൊന്നും അങ്ങനെ വലുതായിട്ട് കുക്കിങ്ങും അടുക്കളൊന്നും അങ്ങനെ എനിക്കൊരു വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങിക്കില്ല. പിന്നെ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ ചേട്ടൻ അങ്ങനെ എവിടെയെങ്കിലും കാണുമ്പോൾ വാങ്ങിക്കാൻ പറയുമ്പോൾ അങ്ങനെ വാങ്ങിച്ചൊക്കെ ഉള്ളായിരുന്നു. അല്ല, സാധാരണ എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പാത്രം വാങ്ങിക്കണം, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു സമാധാനമില്ല. ചിലപ്പോൾ വീട്ടിലുള്ള സെയിം സാധനമായിരിക്കും, എന്നാലും അമ്മയ്ക്കൊന്നും കൂടി വേണം. പക്ഷെ ഞാനപ്പോൾ വിചാരിക്കും എനിക്ക് എന്തെങ്കിലും തോന്നാതെ. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഗൈസ്. ഞാൻ നല്ലൊരു കുടുംബിനിയാവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് ആരും കുരുപൊട്ടി വരുമൊന്നും വേണ്ട. എനിക്കെന്തോ ഇപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നും. പണ്ട് എനിക്ക് അങ്ങനെ തോന്നത്തില്ലായിരുന്നു. എന്തിന് ഞാൻ ചെയ്യണം, വേണം ചേട്ടൻ ചെയ്യട്ടെ, ചേട്ടൻ വേണമെങ്കിൽ ചേട്ടൻ ഉണ്ടാക്കി കഴിക്കുക, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു പാസ്റ്റാണ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എനിക്കെന്തോ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണെങ്കിലും എനിക്കെന്തോ ചെയ്യണമെന്ന് തോന്നി, ഞാൻ ചെയ്തു. ഇത്ര നാൾ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അതും പറഞ്ഞ് എന്നെ ഒരാൾ കടന്ന് എന്തൊക്കെയോ പറഞ്ഞു. എന്നാൽ എന്നെ ഒന്നും ബാധിക്കുന്ന കാര്യമില്ല. കാരണം എനിക്ക് വേണേൽ പറയാം, ഞാനായിരുന്നു എല്ലാം പണ്ടേ, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണെന്നൊക്കെ പറയാം. എനിക്കെൻ്റെ ആവശ്യമില്ല. സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നതാണല്ലോ നല്ലത്. നമ്മളെ അറിയാവുന്നവരും വീഡിയോ കാണുന്നുണ്ടല്ലോ. ഇപ്പം ഞാൻ അങ്ങനെ നന്നായി ഗൈസ്. അപ്പം നമ്മളുടെ മീനെ ഞാൻ നന്നായിട്ട് അങ്ങോട്ട് മസാലയൊക്കെ പുരട്ടി അങ്ങോട്ട് ഫ്രൈ ആക്കാൻ അടുപ്പിലോട്ട് ഇട്ടു ഗൈസ്. അപ്പം നമ്മുടെ നോക്ക്, വായിൽ വെള്ളം വരുന്നു ഗൈസ്. എൻ്റെ ഫേവറേറ്റ് സാധനം മീനാണ് ഗൈസ്. മട്ടനോ ചിക്കനോ പോത്തോ ഒന്നുമല്ല, മീനാണ്. മീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ താറാവ്.
അത് കഴിഞ്ഞിട്ടേ ബാക്കി സാധനങ്ങളുള്ളൂ. ചിക്കൻ എനിക്ക് എന്താ പറയുക പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാം, വിലക്കുറവാണ്, ആ ഒരു ഇതേ ഉള്ളൂ. അല്ല അങ്ങനെ വലിയ ഇഷ്ടമില്ല. പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് എൻ്റെ വീട്ടിൽ അങ്ങനെ ചിക്കൻ അങ്ങനെ വാങ്ങിക്കത്തില്ലായിരുന്നു, പോത്തായിരുന്നു കൂടുതലും വാങ്ങിക്കുക. അതുകൊണ്ട് എനിക്ക് അന്നൊക്കെ ചിക്കൻ തിന്നാൻ കൊതിയായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ വലിയ ചിക്കൻ തിന്നാൻ അങ്ങനെ ചിക്കനോ പോത്തോ മട്ടൻ എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമില്ല. പിന്നെ ചേട്ടൻ്റെ നിർബന്ധത്തിന് വാങ്ങിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു പീസ് ഒരു ചാറങ്ങനെ കഴിച്ചെങ്കിലേ ഉള്ളൂ. മട്ടൻ എനിക്ക് എന്താണെന്ന് അറിയത്തില്ലാന്നേ, എനിക്ക് മട്ടൻ അതിൻ്റെ മണം എനിക്ക് ഒരിക്കലും സെറ്റ് ആവാറില്ല. അങ്ങനെ നമ്മുടെ മീൻകൂട്ടൻസിനെ അടുപ്പേ കയറ്റിയിട്ട് ഞാൻ അടുത്ത തത്രപ്പാടിലാണ് ഗൈസ്. എന്ത് ചെയ്യാനാണ്, 2-3 കൂട്ടം കറിയില്ലാതെ ഇപ്പം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഉണ്ടാക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അങ്ങ് ഉണ്ടാക്കും, ഇല്ലെങ്കിലില്ല. അതാണ് നമ്മുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമ്മളത് വൃത്തിക്കും മെനക്കും ചെയ്യണമല്ലോ. ഉച്ചയ്ക്ക് ചോറുണ്ടാക്കണം, മീൻ വറുത്ത് മാത്രം കൂട്ടി അങ്ങനെ കൂട്ടിയും കഴിക്കാം, ഇല്ല എന്നല്ല. എന്നാലും എനിക്ക് തോന്നി ചേട്ടൻ വരുമ്പോഴത്തേക്കും ഒരു 2-3 കൂട്ടം എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം, ചേട്ടന് ഇഷ്ടമുള്ളത്. പിന്നെ നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി നമുക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. നമ്മൾ ഈ മെഴുക്കുവരട്ടിയും തോരനും ഒക്കെ നമ്മൾ കുറേ ചോറ് പോലെ നമ്മൾ കഴിക്കും, പക്ഷേ ചോറ് നമ്മൾ അത്രയും കഴിക്കില്ല. നമ്മൾ രണ്ടാളും അങ്ങനെ തന്നെയാണ്. ഞാൻ പണ്ട് ചോറ് കുറച്ച് കഴിക്കത്തുള്ളൂ, പക്ഷേ കറി എനിക്ക് കൂടുതൽ വേണം. കറി മീൻസ് എന്താ അവിയൽ സാമ്പാർ അങ്ങനത്തെ അല്ല, തോരനോ മെഴുക്ക് പുരട്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ വേണം. പിന്നെ മീൻ വറുത്താണെങ്കിൽ ഒരു 2-3 ഞാൻ കഴിക്കും, വേറൊന്നും എനിക്ക് അത്ര വേണ്ട. അപ്പം ഞാനാണെങ്കിൽ വെണ്ടയ്ക്ക ശരിയാക്കുവാണ് കേട്ടോ. എനിക്ക് വെണ്ടയ്ക്കകത്ത് ആ കുരുക്കളെല്ലാം എടുത്ത് കളയണം, കുരു അതിൻ്റെ നടുക്കത്തെ നാരില്ലേ, എന്നാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. അതുകൊണ്ട് മെനക്കെട്ട പരിപാടിയാണ്, എന്നാലും കുഴപ്പമില്ല. മൊത്തം ഞാനത് വൃത്തിയാക്കിയിട്ടേ ഞാൻ അടങ്ങും, എനിക്കല്ലേ ഒരു സമാധാനം കിട്ടത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മോരും കൂടെ കാച്ചണം, ഇത്രേ ഉള്ളൂ പരിപാടി. പിന്നെ ഈ ഉള്ള പാത്രം എല്ലാം കൂടെ കഴുകി വെക്കുക. എന്നിട്ട് എനിക്ക് ഫ്രഷായിട്ട് കഴിച്ചിട്ട് എനിക്ക് നമ്മുടെ ബേക്കറിയിലോട്ട് പിന്നെ എനിക്ക് പോകണം. എന്നിട്ട് വേണം ചേട്ടൻ ഇങ്ങോട്ട് വരാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേന്നേ, ഇച്ചിരി താമസിച്ചായിരുന്നു കേട്ടോ. ആ മീനിൻ്റെ ഐസ് പോകാൻ വേണ്ടി കുറേ വെയിറ്റ് ചെയ്താൽ കുറച്ച് താമസിച്ചു. എനിക്ക് വിശന്നിട്ട് വയ്യ. പിന്നെ ഞാൻ വന്ന വഴി പഴവും വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത്. നമ്മുടെ അവിടുത്തെ കൂട്ട് 1/2 കിലോ 1/4 കിലോ ഒന്നുമല്ല, ഓരോ പഴം വെച്ച് ഇവിടെ കിട്ടും കേട്ടോ. ഈ ഒരു പഴത്തിന് വെറും 5 രൂപ മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നല്ല പഴം, നമ്മുടെ റോബസ്റ്റ പഴമില്ലേ. പക്ഷേ ഈ നമ്മുടെ നാട്ടിലെ റോബസ്റ്റ പഴം ആണെങ്കിലും ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കി ഈ അടുത്തിടയ്ക്കാണ്. ഞാൻ ഇത് വേറെ എന്തോ പഴമാണ്. കാരണം ഇതിൻ്റെ തൊലി നമ്മുടെ സാധാ പഴത്തിനെ പോലെ പഴുത്ത കളറാണല്ലോ, മഞ്ഞ കളറാണല്ലോ. നമ്മുടെ നാട്ടിൽ റോബസ്റ്റ പഴത്തിന് പച്ച കളർ തന്നെയല്ലേ ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഗൈസ്, ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു, കളർ ചേഞ്ച് ആവും. അങ്ങനെ ഞാൻ നമ്മുടെ മെഴുക്കുവരട്ടിക്കുള്ള എല്ലാം റെഡിയാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി പാടുള്ള പരിപാടിയാണല്ലോ. എന്നിട്ട് പിന്നെ ഞാൻ കട്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ ചെറുതായിട്ടേ കട്ട് ചെയ്യത്തുള്ളൂ. എനിക്കിങ്ങനെ വലിയ തണ്ടം മുണ്ടം മുറിച്ചിടുന്നൊന്നും എനിക്കിഷ്ടമില്ല. പിന്നെ ചേട്ടന് ഒട്ടും ഇഷ്ടമല്ല. സാമ്പാറിനകത്ത് വരെ എന്താ പറയുക ചെറിയ ചെറിയ കുഞ്ഞു കഷ്ണമായിട്ടാണ് ഞാൻ മുറിച്ചിടുക. ചേട്ടനും ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. കാരണം ഓൾറെഡി നമുക്ക് പച്ചക്കറി എന്താ പറയുക കഷ്ടപ്പെട്ടായിരിക്കും കഴിക്കുന്നത്, മനസ്സിലായില്ലേ. അപ്പം പിന്നെ നമ്മൾ ഇച്ചിരി ചെറുതായിട്ടും കൂടെ അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊന്ന് പെട്ടെന്ന് കഴിക്കാനും പറ്റും. പിന്നെ ഉണ്ടല്ലോ ഇവിടെ ദസറ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്, അതായത് നവരാത്രിയുടെ പരിപാടിയൊക്കെ ഭയങ്കര വൻ പരിപാടിയാണ്. നമ്മൾ ഈ പ്രാവശ്യം വലിയ പരിപാടിയൊന്നുമില്ല. സാധാരണ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പൂജയൊക്കെ ചെയ്തായിരുന്നു. നമ്മുടെ ഗോഡൗണും നമ്മുടെ ബേക്കറി, അതായത് നമ്മുടെ ഗോഡൗൺ എന്ന് പറയുന്നത് നമ്മുടെ ബോർമയും നമ്മുടെ ബേക്കറിയും വണ്ടിയും എല്ലാം നമ്മുടെ എല്ലാ വണ്ടികളും അതും എല്ലാം ഫുള്ള് എന്താ പറയുക നമ്മൾ നല്ല സംഭവ ബഹുല ഗംഭീരമായിട്ടെല്ലാം ചെയ്തായിരുന്നു. ഈ പ്രാവശ്യം നമ്മളൊന്നും ചെയ്തില്ല ഗൈസ്, ഒന്നിനൊരു മൂഡിലായിരുന്നു. എനിക്കാണെങ്കിൽ പീരീഡ്സ് ആയത് കാരണം എനിക്ക് എന്തായാലും ഒന്നിനും ചേട്ടനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ചേട്ടനും അതങ്ങ് മടി പിടിച്ച് അങ്ങനെ ആക്കി. ഇനിയും എന്താ പറയുക നമ്മുടെ അതിന് അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദീപാവലി വരുന്നുണ്ടല്ലോ, അപ്പോഴും ഇവിടെ പൂജ ചെയ്യാറുണ്ട്. അപ്പോൾ പൂജ ചെയ്യണമെന്ന് മനസ്സിലൊരാഗ്രഹമുണ്ട്, നടന്നാൽ മതിയായിരുന്നു. എന്താവുന്നൊന്നും പറയാൻ പറ്റത്തില്ല. നേരത്തെ കൂട്ടി എന്ത് പ്ലാൻ ചെയ്യുന്നു അത് 8 നില ഫ്ലോപ്പാവലാണ് പരിപാടി. അങ്ങനെ നമ്മുടെ ഫ്രൈ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഈ 2 വാല് ഭാഗം എനിക്കും തലഭാഗം ചേട്ടനുമാണ്. തലയിരിക്കുമ്പോൾ വാലാടാൻ പാടില്ലല്ലോ, അതുകൊണ്ട് തല ഞാൻ തലയ്ക്ക് തന്നെ കൊടുത്തിരിക്കുന്നു, വാലായി ഞാൻ വാല് തന്നെ എടുത്തിരിക്കുന്നു. വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് എന്നെ കളിയാക്കുന്നുണ്ട്. എന്തിനാ നിങ്ങളിങ്ങനെ കിടന്ന് കളിയാക്കുന്നത്? സ്വന്തമായിട്ടൊരു ഫോട്ടോ പോലും ഇടത്തില്ല, എന്നിട്ട് വെറുതെ എന്നെ കിടന്ന് കളിയാക്കുക. എന്നെ അറിയാത്തവരായിട്ടുള്ളവർ എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ല. കാരണം അവർക്ക് എന്നെ അറിയത്തില്ല എന്ന് പറയും. എന്നെ അറിയാവുന്ന കുറേ ആൾക്കാർ ചുമ്മാ വന്ന് കിടന്ന് കളിയാക്കല്ല. സത്യം പറഞ്ഞാൽ ഇതിന് മറുപടി പറയാൻ അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നും അല്ല. പിന്നെ നമ്മൾ ഓർക്കും എന്തിനാ വെറുതെ ഇവരോടൊക്കെ വർത്താനം പറയാൻ പോയിട്ട് കാര്യമില്ല. ചുമ്മാ നമ്മളെ എന്താ പറയുക മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യാൻ മാത്രം അറിയാം. ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ അതിനെ എന്താ പറയുക പ്രോത്സാഹിപ്പിക്കണ്ട, പുച്ഛിക്കാണ്ടെങ്കിലും ഇരുന്നൂടെ. നല്ല കാര്യം മീൻസ് നമുക്ക് എന്താ പറയുക സന്തോഷം തരുന്ന കാര്യം നമ്മൾ ചെയ്യുക. ഇപ്പം നമ്മൾ ആരും ദ്രോഹിക്കാനോ എടുക്കാനോ ഒന്നും പോകുന്നൊന്നും ഇല്ലല്ലോ. ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാർ, അത് അറിയാവുന്നവരാ, വേറെ ആരുമല്ല. നമ്മളെ അറിയുന്ന എന്താ പറയുക അറിയാവുന്ന പോലീസ് 2 ഇടി കൂടുതൽ ഇടിക്കുമെന്ന് പറയത്തില്ലേ, അതേപോലെ കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കലി വരും മനുഷ്യന്.
അതിൻ്റെ ഇടയ്ക്കാണ് നോക്കുന്നത്. എപ്പം ഞാൻ മീൻ വാങ്ങിച്ചാലും പ്രത്യേകിച്ച് മീൻ വെട്ടാതെ വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ വീട്ടിൽ നിന്ന് വെട്ടുമ്പോഴുണ്ടല്ലോന്നേ, അപ്പോൾ ഒരു ഈച്ചയുണ്ട്, ഒരെണ്ണം. എൻ്റെ ദൈവമേ, ആ ഈച്ച ഒരുമാതിരി മറ്റേ നമ്മുടെ ഈച്ച സിനിമയ്ക്കകത്ത ഈച്ചനെ പോലെ എനിക്കൊരു സമാധാനവും സൗകര്യവും തരത്തില്ലെന്ന ആ സാധനം എന്നെ ഒരുമാതിരി പിടിപ്പിച്ച് കളയും. അതും വെട്ടി വാങ്ങിച്ച പ്രശ്നമില്ല കേട്ടോ, വെട്ടാതെ വാങ്ങിച്ച. കാരണം നമ്മൾ അകത്തിരുന്നല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇത് സ്മെല്ലൊക്കെ അടിച്ചിട്ടായിരിക്കും. അല്ലേ തന്നെ മീൻ എപ്പോൾ വാങ്ങിച്ചാലും അടുക്കള ഒന്ന് വൃത്തിയാക്കണം. കാരണം ആ ചെതുമ്പലും അതിൻ്റെ വെള്ളം എല്ലാം അവിടെ ഇവിടെ എല്ലാം തെറിക്കും. കുഞ്ഞടുക്കളയല്ലേ, നമ്മുടെ നാട്ടിലെ പോലല്ല. ഈ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ചെറുതാണ്, പക്ഷെ നല്ലൊരു ഒതുക്കമുണ്ട് കേട്ടോ. എന്താ പറയുക നമ്മുടെ സ്വാതന്ത്ര്യമാണല്ലോ. നമ്മൾ പിന്നെ ഇവിടെ ഒത്തിരി പേരൊന്നും അങ്ങനെ നിൽക്കാറൊന്നും ഇല്ലല്ലോ. കുറച്ച് ആൾക്കാർ, കൂടുതലും എന്താ പറയുക ഹസ്ബൻഡ് ആൻഡ് വൈഫോ അല്ലെ 2-3 പേരെ ഒരു വീട്ടിൽ കാണത്തുള്ളൂ മിക്ക വീടുകളിലും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നല്ലത്, ചെറിയതാണ് നല്ലത്. ഒത്തിരി വലുതാണ് അത് വൃത്തിയാക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാം നമ്മൾക്ക് പാടാം. നമ്മൾ തന്നെ വേണ്ട ഇതെല്ലാം ചെയ്യാനായിട്ട്. ചെറുതായിട്ടിരിക്കുമ്പോൾ അത്രയും നമുക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളല്ലോ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത്രയ്ക്ക് സാധനങ്ങളും അവിടത്തേക്ക് വാങ്ങിച്ചാൽ മതി. പിന്നെ വൃത്തിയാക്കാൻ ഏറ്റവും എളുപ്പമാണ്. സത്യം പറഞ്ഞാൽ കണ്ണൂരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, അകത്തടുക്കള പുറത്തടുക്കള അപ്പുറത്തത് ഇപ്പുറത്തത് എല്ലാം നമ്മൾ വൃത്തിയാക്കേണ്ടി വരും. വൃത്തിയാക്കി വട്ട് പിടിക്കുന്ന ഒരു അവസ്ഥയിൽ വരെ എത്താറുണ്ട് ചില സമയം. എത്ര ഇവിടെ കുറച്ച് മുമ്പേ വൃത്തിയാക്കുന്നത്, ഇത് പിന്നെ അഴുക്കായോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല, വേറെ ആരും ഇല്ല. പിന്നെ നമ്മളാണ് ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കി രാത്രിയിലേക്കും കൂടെ ആകുമല്ലോ. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കത്തില്ല, രാവിലെയും ഉച്ചയ്ക്കും. ചില സമയം വൈകുന്നേരം ഉണ്ടാക്കും കേട്ടോ. കാരണം എന്താ പറയുക, ചോറ് കുറച്ചുണ്ടാക്കിയിട്ട് വൈകുന്നേരം രാത്രി വേറെ എന്തെങ്കിലും ഉണ്ടാക്കും. അങ്ങനെ ഞാൻ ഒരു ദിവസം എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ചില സമയം 3 നേരം ഞാൻ ഫുഡ് ഉണ്ടാക്കാറുണ്ട്. ചിലരൊക്കെ ചോദിക്കും 2 പേരല്ലേ ഉള്ളൂ, എന്താ പണി? അത് 2 പേർക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കിയാൽ പോരെ? 2 പേരേ ഉള്ളെങ്കിലും ഫുഡ് ഉണ്ടാക്കണ്ടേ? 3 നേരം കഴിക്കാനായിട്ട് ഫുഡ് ഉണ്ടാക്കണ്ടേ? അങ്ങനെ നമ്മുടെ മെഴുക്ക് പുരട്ടിയെ ഞാൻ അടുക്കളയിൽ കയറ്റിയിട്ടുണ്ട്, അടുപ്പിൽ കയറ്റിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇത് നന്നായിട്ട് ആദ്യമത്തെ ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കാരണം അതിൻ്റെ ഒരു വഴുവഴുപ്പുണ്ടല്ലോ, അത് മാറുന്നിടം വരെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ പിന്നെ അത് ശരിയാവത്തില്ല. അത് ഞാൻ പിന്നെ വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ. ഈ മെഴുക്ക് പുരട്ടിക്ക്, അതായത് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിക്ക് ഞാൻ വെള്ളം ഒഴിക്കത്തില്ല. വെള്ളം ഒഴിച്ചാൽ അത് കുഴഞ്ഞ് ഒരുമാതിരി വല്ലാത്ത പനം പിടിച്ചു പോകും. അങ്ങനെ നമ്മുടെ മീൻ ഏകദേശം വെന്ത് കേട്ടോ. ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പീസ് വെന്തു. ആ വാൽഭാഗം 2ഉം വെന്തു. തലയുടെ ആ ഭാഗം കുറച്ചും കൂടെ വേണം. കാരണം ചേട്ടൻ അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞിരിക്കണം. അധികം എന്താ പറയുക, മൊരിഞ്ഞില്ലെങ്കിൽ ചേട്ടൻ വെന്തില്ല എന്നൊക്കെ പറയും. അത് സോഫ്റ്റായിട്ടിരിക്കുന്ന ചേട്ടൻ അങ്ങനെ വലിയ ഇഷ്ടമില്ല. അങ്ങനെ ഞാനാണെങ്കിൽ നമ്മുടെ മെഴുക്കുവരട്ടി അങ്ങോട്ട് ഇളക്കി സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്ക് കൈക്കൊരിതാവും. സത്യം പറഞ്ഞാൽ ഒരു എക്സസൈസ് ആകും. ആദ്യമൊക്കെ ഞാൻ പറഞ്ഞില്ല കൈയുടെ കുഴ തെറ്റിയെന്നൊക്കെ, ഇപ്പം അതൊക്കെ മാറിയെന്ന്. ഇപ്പം എന്താ പറയുക, നമ്മൾ ഈ ഡംബൽസ് ഒന്നും പൊക്കേണ്ട ആവശ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. ഈ കുക്കിംഗ് നല്ല രീതിയിൽ കുക്കിംഗ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വലിയ എക്സസൈസിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനത്തെ എക്സസൈസ് ചെയ്യേണ്ട എല്ലാ പണികളും നമ്മൾ അടുക്കളയിൽ കിടന്ന് ഓട്ടംതുള്ളൽ പോലെ ചെയ്യുന്നുണ്ട് ഗൈസ്. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കഷ്ടപ്പെട്ട് ചെയ്യാതെ ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്നതും അറിയത്തില്ല, നമുക്ക് എന്താ പറയുക ഒരു സന്തോഷം കിട്ടും. അത് തന്നെയാണ് ഇപ്പോൾ അവസ്ഥ. പണ്ടൊരുമാതിരി എൻ്റെ ദൈവമേ പണ്ടാരം ചെയ്യണമല്ലോ, അയ്യോ ഉണ്ടാക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നത്. ഇപ്പം ഞാൻ അങ്ങനെയല്ല. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിത് ആസ്വദിച്ച് ചെയ്യുന്നു. പ്രായം കൂടുന്നതുകൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല. ഇപ്പം ഞാനിത് ആസ്വദിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓക്കെ, ഫുഡ് നന്നായിട്ട് വരുന്നുണ്ട് എന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എല്ലാ വീഡിയോക്കകത്തും വന്ന് എന്നെ തന്നെ പൂഴ്ത്തി പറയണം, അങ്ങനെയല്ല. ചേട്ടൻ പറയാറുണ്ട് കൊള്ളാം എന്ന് പറയാറുണ്ട്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു വന്നേ, എൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ ഗൈസ്, മുഖം നിറയെ കുരു വന്നിരിക്കണം. ഇപ്പം ഞാൻ വലുതായിട്ട് മുഖം ഒന്നും ശ്രദ്ധിക്കുന്നില്ലാന്നേ. ഇൻസ്റ്റാഗ്രാം ഫിൽറ്റർ ഇല്ലായിരുന്നു ഞാൻ എന്ത് ചെയ്തേനെന്ന് ഞാൻ ആലോചിക്കുന്നത്. ആകെ ഒരു ആശ്വാസം അതാ. പിന്നെ ഞാൻ ക്രീമൊക്കെ എനിക്ക് മുഖത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ലാന്നേ. ക്രീമും മോയ്സ്ചറൈസർ ആയാലും സൺക്രീം ആയാലും എന്തിട്ടാലും എൻ്റെ മുഖത്ത് കുരു വരും. സത്യം പറഞ്ഞാൽ കുറേ നാൾ ഒരു 5-6 മാസം ഒന്നും ഉപയോഗിക്കാണ്ടിരുന്നുണ്ടല്ലോ ഫേസ് നല്ല ക്ലിയർ ആവും. ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ ഇതെല്ലാം ഇട്ട് ഫൗണ്ടേഷനൊക്കെ ഇട്ട് പുട്ടി അടിച്ചല്ലേ പോകത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ട്, അതായത് 2-3-4 ദിവസം കഴിയുമ്പോൾ തൊട്ട് മുഖത്ത് അങ്ങോട്ട് കുരുക്കളങ്ങോട്ട് വരാൻ തുടങ്ങുമെന്ന്. എന്ത് ചെയ്യാനാ? അങ്ങനെ പറഞ്ഞ് മെഴുക്കുവരട്ടി റെഡി. ഇനി മോരൂടെ കാച്ചാനുള്ളൂ കേട്ടോ. മോരൂടെ കാച്ചിട്ട്
പെട്ടെന്ന് എനിക്ക് പോകണം ഗൈസ്. കാരണം ലേറ്റായെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് വേണം ചേട്ടന് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു വിടാനായിട്ട്. നമുക്കല്ല, ഞാൻ ചെന്നിട്ട് വേണം ചേട്ടനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാനായിട്ട്. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ഇനി ഫ്രഷ് ആവാൻ കൂടെ വേണം. കുളിക്കാൻ ഒരു രക്ഷ നടക്കും. നിങ്ങൾ കണ്ടതല്ലേ, മീൻ വെട്ടിയിട്ട് ഫുള്ള് ദേഹത്ത് ചെതുമ്പലെല്ലാം വീണിരിക്കുകയാണ്. അപ്പോൾ ഇനി കുളിക്കാൻ പോകണം ഗൈസ്. അത് കഴിഞ്ഞ് ഞാൻ വേണ്ട കുളിച്ചിട്ടൊക്കെ വന്നു. ഞാൻ വേണ്ട നല്ല ആസ്വദിച്ച് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കണം. പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ടാറ്റ ബൈ ബൈ.